ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടാരോട്ട് XTT777 മലയാളം ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ അവരിൽ ഇപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു പ്രണയം സ്നേഹമൊക്കെ അവശേഷിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ്സുമാണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത്. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കോള് ചിലപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്തിടുക. ഞാൻ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് അവർക്ക് ഇപ്പോഴും ആ ഒരു പ്രണയം അവരുടെ മനസ്സിൽ അവർ സൂക്ഷിക്കുന്നുണ്ടോ, തുടരുന്നുണ്ടോ, നിങ്ങളെ അവർ ഓർക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് അനുസരിച്ച്, ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ഒരു ആൾക്കാരായിരിക്കാം. നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ ഒക്കെയുള്ള ആൾക്കാരായിരിക്കാം എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തു കൂടിയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. വളരെയധികം വേദനയും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ഒരു നെഗറ്റിവിറ്റിയിലൂടെ, അല്ലെ ഒരു നെഗറ്റീവ് എനർജിയിൽ കൂടി ഇപ്പോൾ നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നു. അത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ആ ഒരു വേദനയിൽ തുടരുന്നവരുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വേദനയെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചവരും ഒക്കെയുണ്ട്. കാരണം എന്തു തന്നെ ആയാലും ഈ ഒരു റീഡിങ്ങിൽ കാണുന്ന, അല്ലെ ഈ ഒരു ആൾക്കാരെന്ന് പറയുന്നത് ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ എന്തു തന്നെ ആയാലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളിൽ നിന്ന് അകന്നുപോയി, ഇനി എത്ര ദൂരെയാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം എന്തൊക്കെയോ കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതിനെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ആ വ്യക്തിയുടെ എന്താ പറയാ ഒരു കുടുംബമാവാം, അല്ല എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള രംഗത്താവാം, അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവിടെ നിന്നാവാം. എന്ത് തന്നെ ആയാലും ആ വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെ ആയാലും ആ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട്, അല്ലെ മാനസികമായിട്ട് ഹാപ്പി അല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അതായത് വളരെയധികം മാനസിക സമ്മർദ്ദം ഈ വ്യക്തി നേരിടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടി ആ വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നു. പക്ഷേ ഈ അവസ്ഥയിലൊക്കെ ആണെങ്കിലും ഇനി ഈ ഒരു വ്യക്തി ഏതൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഈ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നും അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥയായിരിക്കാം. കാരണം
അവർക്ക് അവരെ ബന്ധനസ്ഥമാക്കിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയെ അവർക്ക് വേണമെങ്കിൽ പൊട്ടിച്ചെറിഞ്ഞിട്ട് വേണമെങ്കിൽ മുന്നോട്ട് വരാം. പക്ഷേ അവരതിന് തയ്യാറാവുന്നില്ല. പക്ഷെ നിങ്ങളെ അവര് തീർച്ചയായിട്ടും മനസ്സിൽ ഓർക്കുന്നു, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ആളാണ്. ഒത്തിരി കടമകളൊക്കെ ഈ വ്യക്തിക്ക് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ് സാധാരണയിൽ കൂടുതൽ. അത് അതായത് മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള ഒരു സമൂഹത്തെ പേടിയോ ഒക്കെയുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ആ ഒരു ബന്ധനാവസ്ഥയെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടും വീണ്ടും ആ വ്യക്തി അവിടെ കണ്ണും പൂട്ടി സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു പേടിയൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടാണ്. അല്ലാതെ അവര് വളരെ ജെന്റിൽമാനാണ്, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവരെ കുറിച്ച് എപ്പോഴും നല്ലത് കേൾക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന, അല്ലെ മറ്റുള്ളവരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒക്കെ അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവരെ കാണിക്കുന്നത്. ഇനി ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് ആരൊക്കെ ഇപ്പൊ അവരുടെ കൂടെ ഉണ്ടെങ്കിലും അവർക്ക് ആ അത്രയും ആൾക്കാരുടെ ഇടയിലും അവർക്ക് ഒരു ഒറ്റപ്പെട്ട ഫീലാണ് അനുഭവപ്പെടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരു രീതിയിലുമുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങളും അങ്ങനെ മൂവ് ഓൺ ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെ ശ്രമിച്ചത് പ്രാവർത്തികമായിട്ടും ഉണ്ടാവാം. അപ്പോ ഇപ്പൊ അവരുടെ ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയോ, നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും വന്നോ, അവരെ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അവരിപ്പോ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇപ്പോ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ ഇതിനകത്ത് കരുതുന്നുണ്ടാവാം, ഈ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി, എന്തുകൊണ്ട് ഈ വ്യക്തി ഈ ബന്ധത്തിന് വേണ്ട എഫേർട്ടുകൾ എടുത്തില്ല, ഞാൻ ഇത്രത്തോളം ഒക്കെ ചെയ്തില്ലേ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വ്യക്തി മാത്രം ഇതിനൊരു എഫേർട്ട് ഉണ്ടായില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും അതേപോലെ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ബന്ധത്തിന് വേണ്ടി ഞാനും ഇത്ര എഫേർട്ട് എടുത്തിരുന്നു, പക്ഷെ അത് ചേർത്ത് പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റബോധമുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഞാനും ഇതിനകത്ത് ഒത്തിരി എഫേർട്ട് എടുത്തിരുന്നു എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. അല്ലെ അങ്ങനെയാണ് ഈ വ്യക്തി കരുതുന്നതെന്നാണ് കാണുന്നത്. ഈ ബന്ധത്തിന് വേണ്ട ഒത്തിരി എഫേർട്ട് ഈ വ്യക്തിയും എടുത്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതായിരിക്കാം നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വരുമ്പോഴും അത് നിങ്ങളെ അകറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ആ വ്യക്തി നിങ്ങളെ പക്ഷെ വളരെയധികം ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആ തേർഡ് പാർട്ടിയുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി മൂലം ഒക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആയിപ്പോയിട്ടുണ്ടാവുക. പക്ഷെ എങ്കിൽ പോലും അവസാന നിമിഷം വരെ ആ വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടും ഉണ്ടാവാം. പക്ഷെ ഒട്ടും വയ്യാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം ആ വ്യക്തി നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് എത്രയും വേഗം നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും ആൾക്കാരുമായിട്ടോ സാഹചര്യങ്ങളുമായിട്ടോ കണക്ട് ചെയ്ത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും കമ്മിറ്റഡ് ആയിട്ടുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ എന്ന് പറയുന്ന ഒരു എന്താ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു എംപറർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ആ ഒരു എനർജിയാണ് നമുക്ക് ഈ വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒട്ടും വിട്ടു കൊടുക്കാത്ത ഒരു വ്യക്തി ആയിരിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷമതകളെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തി. അപ്പോൾ ഇപ്പൊ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് നീതി തന്നിട്ടില്ല, നിങ്ങൾക്ക് നീതി തരണം, അല്ലെ നിങ്ങൾക്ക് നീതി വേണം, അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് നീതി തരണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.
പക്ഷെ എന്ത് തന്നെ ആയാലും ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം മാനസികമായിട്ട് ഒരു നിരാശ അനുഭവിക്കുന്ന അവസ്ഥയിലാണ് കാണിക്കുന്നത്. പക്ഷെ അത് പുറത്തേക്കൊന്നും കാണിക്കുന്നില്ല, പുറമേ കാണിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സാഹചര്യം, ആരായാലും, ആ സ്ത്രീ ആയാലും പുരുഷനായാലും, അവരുടെ സാഹചര്യം അവരെ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. കാരണം ഇനി ഈ ഒരു ബന്ധത്തിലേക്ക് ഞാൻ പോയാൽ എങ്ങനെ ആവും, അല്ലെ സംസാരിച്ചാൽ എങ്ങനെ ആവും, അല്ലെ സമൂഹം എന്ത് കരുതും, മറ്റുള്ളവരോട് ഞാൻ എന്ത് പറയും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ വ്യക്തിയെ അലട്ടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ ആ വ്യക്തിക്ക് വേണം, നിങ്ങളോടൊത്തുള്ള ഒരു റീയൂണിയൻ വേണം, നിങ്ങളെ ഓർത്ത് ആ വ്യക്തി നിരാശനാണ് എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് കാണിക്കുന്നത്. ദൈവികമായിട്ടായാലും മതപരമായിട്ടായാലും ഒക്കെ വളരെയധികം അടുത്ത് നിൽക്കുന്ന വ്യക്തി, അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള തടസ്സമായിട്ട് വീണ്ടും ഇവരുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം സമൂഹത്തോടും പാരമ്പര്യത്തോടും ഒക്കെ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിനൊക്കെ മങ്ങലേൽക്കുമോ, അല്ലെങ്കിൽ തെറ്റായി പോകുമോ എന്നൊക്കെയുള്ള ചിന്ത വീണ്ടും വീണ്ടും അലട്ടുന്നു. നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത വരുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് ഇത്തരം ചിന്തകളും വരുന്നത് കൊണ്ട് നിങ്ങളെ വിളിക്കാനോ, നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാനോ, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യാനോ ഈ വ്യക്തിക്ക് ശ്രമിക്കാൻ കഴിയാത്ത ബന്ധനാവസ്ഥയിൽ ഇരിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ ചിന്താഗതി കൊണ്ട് കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോ കോൺടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ തുടരേണ്ടത് വരുന്ന ഒരു സാഹചര്യം വരുന്നത് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ആ ഒരു സിറ്റുവേഷനെയൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇനി ഇവർ കൂടില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ പറയില്ലേ ഒരു ദിഖാവ എന്നൊക്കെ പറയില്ലേ, അതുമാവാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ആവാം. അവര് കണ്ടോട്ടെ എന്ന്, ഞാനിങ്ങനെയാണ്, നീ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ കുറെ ആൾക്കാരൊക്കെ ഇതിനകത്ത് ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഒരു എന്താ പറയുക, ഒരു എംബറർ എനർജി ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ആൻസൈറ്റി, ഫിയർ അതൊക്കെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിൽക്കേണ്ടി വന്നത്. പുറമേ കാണുമ്പോൾ ഭയങ്കര പരിക്കനായിട്ടൊക്കെ തോന്നുമെങ്കിലും ഉള്ളുകൊണ്ട് ഈ മനുഷ്യന്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, സ്ത്രീ ആയാലും പുരുഷനായാലും, ഞാൻ പിന്നെയും പറയുന്നു, ഇവരുടെ ഉള്ളിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ട്. ഇവർക്ക് ഒത്തിരി ഉത്കണ്ഠകളും പ്രയാസങ്ങളും വിഷമങ്ങളും പേടിയും ഒക്കെ ഇവരെ അലട്ടുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള ഒരു കാര്യം ചിന്തിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. എന്ത് തീരുമാനം എടുക്കണമെന്ന് ഇവർക്ക് തിരിച്ചറിയുന്നില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഓർത്തിട്ട് ഈ വ്യക്തി ഇപ്പം ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവർക്ക് ഇനി മുന്നോട്ട് പോയേ പറ്റൂ, നിങ്ങളിലേക്ക് എത്തിയേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ഒരു തീരുമാനം എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നു. ഇനി അധികം നാള് ഈ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവർ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ, ഈ റീഡിംഗ് കാണുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഓർത്ത് നിങ്ങൾ വരും എന്നുള്ള കാത്തിരിപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ വരും, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഈ ഒരു റീഡിങ് കണ്ടിട്ടോ ഒന്നും അവരെ അങ്ങോട്ട് പോയി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. കാരണം ഈ ഒരു വ്യക്തി ഒരു എംബറർ എനർജി ഉള്ള ഒരു വ്യക്തിയുള്ള ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ചിലപ്പോൾ എന്താ പറയാ, അപ്പോൾ ഒരിച്ചിരി തലക്കനമൊക്കെ വരും. നിങ്ങളെ ചിലപ്പോൾ ഒരു എന്താ പറയാ, ആ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ആ ഒരു ഈഗോ ഒക്കെ ചിലപ്പം കാണിച്ചെന്ന് വരാം. അപ്പോൾ വീണ്ടും ഒരു ജാടയൊക്കെ കാണിച്ചെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കയറി ഒന്നിനും പോകണ്ട. കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി പോയത്, അല്ലെ മൂവ് ഓൺ ചെയ്തു പോയത് ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കയറി ഒന്നിനും ഇനി പോകാനായിട്ട് നിൽക്കണ്ട കേട്ടോ. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി സ്ഥിരമായിട്ട് നിൽക്കും എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നതിന് ശേഷം മാത്രം ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചാൽ മതി.
കേട്ടോ. കാരണം ഈ എല്ലാ കാര്യങ്ങളിലും തിരിച്ചു വന്നാൽ പോലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം, ഈ വ്യക്തി ഇനിയും തുടർന്ന് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ഒരു ബന്ധം തുടർന്നാൽ മതി. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു ബന്ധമായാലും നമുക്ക് ഓഫ് സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത് വളരെയധികം പെയിൻ ആണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ വളരെയധികം പാടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം നമ്മളെ മാനസികമായിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും ഒക്കെ വളരെ തകർക്കും. അപ്പോൾ അന്ന് നമ്മൾ കേൾക്കുന്ന ആ ഒരു മാനസിക ആഘാതം ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ വിടാതെ പിന്തുടരുമെന്ന ഉള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ ഒരു സങ്കടം നമ്മൾ ഇനി അന്നേരം മറന്നുപോയി, അല്ലെങ്കിൽ അത് പുറത്തുപോയി, അതിനെ നമ്മൾ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അതൊരു ജീവിതകാലം മുഴുവൻ നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ പല ലൈഫ് സിറ്റുവേഷൻസിലും നമ്മളെ ഇങ്ങനെ എന്താ പറയുക, പല കാര്യങ്ങളിലും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. അല്ലെ നമ്മുടെ മനസ്സിലൊരു വേദനയായിട്ട് അത് ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പോയി പെടുന്നതിന് മുന്നേ ഒന്നുകൂടി ആലോചിച്ച് അതിന് ഒരു വ്യക്തമായ ബോധ്യം ഉണ്ടായതിനു ശേഷം മാത്രം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമൂഹത്തെയും പാരമ്പര്യത്തെയും ഒക്കെ പേടിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെതായിട്ടുള്ള ഒരു ഈഗോ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്കിൽ പോലും ആ വ്യക്തി പുറമേ പരുക്കനാണെങ്കിലും അകമേ മറ്റുള്ളവരോടൊക്കെ ഒരു കരുണയും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് ആ വ്യക്തി കാണിക്കുന്നില്ല. ആ വ്യക്തിയുടെ ഫീലിങ്സ് ഒന്നും ആ വ്യക്തി പുറത്ത് കാണിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ഫീലിങ്സും ആ വ്യക്തിക്ക് കാണിക്കാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങളെ ഓർത്ത് ഇപ്പോൾ ആ വ്യക്തി വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നീതി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമുക്ക് സ്പ്രെഡിൽ വന്ന റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അടുത്ത റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.